ഹലോ ക്രിയേറ്റേഴ്സ്, ഐ എം ജോസ്, കോ ഫൗണ്ടർ ഓഫ് വൈബ്. വൈബ് എന്ന് പറയുന്നത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം പോലത്തെ പ്ലാറ്റ്ഫോമാണ്. എക്കോസിസ്റ്റം മീനിങ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ക്യാപ്പബിലിറ്റീസ് പ്ലസ് നിങ്ങളുടെ റീച്ച് ആൻഡ് ഡിസ്കവറബിലിറ്റി. ഡിസ്കവറബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൽ സെറ്റ് വെച്ചിട്ട് നിങ്ങളെ കണ്ടെത്താൻ പറ്റുന്ന പോലത്തെ ടൂൾസും. സോ ഈ ഒരു സെയിം റീച്ച് ആൻഡ് മോണിറ്റൈസേഷൻ വേറെ ഏത് പ്ലാറ്റ്ഫോമിൽ അതോ വേറെ ഏത് വഴിയിൽ കൂടെ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കുറഞ്ഞ എഫേർട്ടിൽ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റണം എന്നുള്ളതാണ് വൈബിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫണ്ടമെൻ്റലി ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. കമ്മ്യൂണിറ്റീനെ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ചിലപ്പോൾ ഇനീഷ്യലി നിങ്ങളുടെ ഓഡിയൻസിനെ വേറൊരു കമ്മ്യൂണിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ടൂൾസ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസ് സ്റ്റാർട്ട് ചെയ്യാം. വൺസ് നിങ്ങൾ കംഫർട്ടബിൾ ആകുമ്പോൾ വൈബിലേക്ക് സ്വിച്ച് ചെയ്താലും മതി. ഇപ്പോൾ റിയൽ ടൈം ചാറ്റിലൂടെ തന്നെ കമ്മ്യൂണിറ്റി റൺ ചെയ്യാൻ വേണ്ടിയുള്ള ആൻഡ്രോയിഡ് ആൻഡ് iOS ആപ്പ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻഡിവിജ്വലി ടൂൾസ് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വെബിൽ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. വെബിലൊരു ഡാഷ്ബോർഡായിട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രസ്. ആൻഡ് ഇതൊക്കെ ഓരോന്ന് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇത് മെച്ചറായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്ക് നിങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് വേണ്ടി ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒത്തിരി ഫീഡ്ബാക്ക്സ് ആവശ്യമാണ്. അതായത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, നിങ്ങൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ വേറെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ലാക്കിംഗ് ആയിട്ട് തോന്നുന്ന ഫീച്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി ആയിട്ടോ അവിടെ എന്താണ് പ്രോബ്ലം ഉള്ളത്, അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ഫീഡ്ബാക്ക്സ് തരുവാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് കഴിയുന്ന രീതിക്ക് എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോ പ്ലാൻ ഫ്രീ ആയിട്ട് തരാം, അല്ലെങ്കിൽ എന്ത് രീതിക്കാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ആക്സസ് തരാം. അപ്പം നിങ്ങൾക്കും കുറേ സ്ട്രോങ് കൊളാബറേഷൻസും കൊണ്ടുവരാൻ പറ്റും. ആൻഡ് കേരളത്തിലെ ഒരു ക്രിയേറ്റർ എക്കോസിസ്റ്റം തന്നെ നമുക്ക് വേറെ ലെവലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ വൈബിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. സോ ഞാൻ ഗൂഗിളെടുത്തു വൈബ് ഫോർ ക്രിയേറ്റേഴ്സ് സെർച്ച് ചെയ്തു. ആൻഡ് ഫസ്റ്റ് നമ്മുടെ പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. നമ്മുടെ ഡൊമെയിൻ നെയിം wibe.so എന്നാണ്, vibe.so. നിങ്ങൾക്ക് ലാൻഡിംഗ് പേജ് ചെക്കൗട്ട് ചെയ്യാം. ഞാൻ സെൽ ഡിജിറ്റൽ പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്തു, ലോഗിൻ ചെയ്തു. ആൻഡ് ഇതാണ് നമ്മുടെ വെബ് ഡാഷ്ബോർഡ് വരുന്നത്. വെബ് ഡാഷ്ബോർഡിൽ നമ്മുടെ ലിങ്കിൻ ബയോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാം. സ്റ്റോർ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾ, അനലിറ്റിക്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വ്യൂ ചെയ്യാം. നിങ്ങൾ എത്ര ഏണിങ് ചെയ്യുന്നു, എത്ര പ്രൊഡക്ട്സ് ബൈ ചെയ്യുന്ന, പ്രോസസ് ഫെയിൽ ആയി, അങ്ങനത്തെ കാര്യങ്ങൾ ഏണിങ്സ് ടാബിലും കാണാം. സോ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കാണാം. നമ്മുടെ ലിങ്കിൻ ബയോയിൽ ലിങ്ക്സ് ആഡ് ചെയ്യാം. ആൻഡ് സോഷ്യൽ ലിങ്ക്സ് ആണെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാം. ആൻഡ് ഈസിയായിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബെൻഡ് ഗ്രിഡ് സ്ട്രക്ചറിലാണ്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് ഈസിയസ് ദാറ്റ് നിങ്ങൾക്ക് കസ്റ്റം ഇമേജ് വേണമെങ്കിൽ കസ്റ്റം ഇമേജ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു നിങ്ങളിടുന്ന ഇമേജിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഒരു ബെൻഡോ ഗ്രിഡ് ടൈപ്പ് ലേഔട്ട് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് സ്റ്റോറിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ടൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം, എന്നിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങാം. ഞാനത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ ക്രിയേറ്റഡ് ഞാനൊരു തംബ്നെയിൽ സെലക്ട് ചെയ്തു. ഞാൻ വെറുതെ ഒരു ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫുൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. 100 rupees കൊടുത്തു. എനിക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ലിങ്കിൻ്റെ ആക്സസ് കൊടുക്കുന്ന പോലെ ചെയ്യാം. അപ്പോൾ അവർ വാങ്ങിച്ച് കഴിയുമ്പം ഈ ലിങ്ക് അവർക്ക് മെയിലായിട്ട് പോകും. ഫയലാണെങ്കിൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവർക്ക് മെയിലായിട്ട് പോകും. സോ ഡ്രൈവിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇൻവൈറ്റ് ലിങ്കോ അൺലിസ്റ്റഡ് യൂട്യൂബ് വീഡിയോ ലിങ്കോ അങ്ങനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുവാണ്. ഞാനൊരു ഫയൽ അപ്ലോഡ് ചെയ്തു, അതിവിടെ അപ്ലോഡായി. എനിക്ക് പ്ലാറ്റ്ഫോം ഫീ ഇൻക്ലൂഡ് ചെയ്യണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. അപ്പം കമ്മീഷൻ എക്സ്ട്രാ വരുന്നതോടെ കസ്റ്റമേഴ്സ് പേ ചെയ്യുന്ന പോലെ വരും. ആൻഡ് പബ്ലിഷ് കൊടുത്തു, അത് അപ്ലോഡായി. ആൻഡ് പ്രൊഡക്റ്റ് ഈസ് റെഡി. സിമ്പിൾ ആസ് ദാറ്റ്. സോ നിങ്ങൾ റവന്യൂ ഏൺ ചെയ്യാനുള്ള സ്റ്റെപ്പ് കഴിഞ്ഞു. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏൺ ചെയ്ത് തുടങ്ങാം. വൺസ് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടും. ഈ ലിങ്ക് കോപ്പി ചെയ്യാം, എന്നിട്ട് ഈ ലിങ്ക് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ്ലി ഈ ഒരു പേജ് ആക്സസ് ചെയ്യാം. ഇവിടെ നിന്ന് അവർക്ക് ബൈ ചെയ്യാം. സോ ക്രിയേറ്റഡ് ബൈ ആരാന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഞെക്കിയാൽ അവർക്ക് നിങ്ങളുടെ ലിങ്കിൻ ബയോ കാണാം, വെരിഫൈ ചെയ്യാം. ആൻഡ് അവർക്ക് പേ ചെയ്യാം. ജസ്റ്റ് ഇത്ര ഡീറ്റെയിൽസ് കൊടുക്കുക. ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് എൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഫിൽഡ് ആണ്. ഞാൻ ഫോൺ നമ്പർ കൊടുത്തു, പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തു.
ആൻഡ് ടടാ, ജസ്റ്റ് UPI വെച്ചോ അല്ലെങ്കിൽ കാർഡ് വെച്ചോ എനിക്ക് പേ ചെയ്യാം, തീർന്നു. നിങ്ങളുടെ ഫസ്റ്റ് റവന്യൂ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആയിരിക്കത്തില്ല, ബട്ട് സ്റ്റിൽ വൈബിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ വൈബിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളുടെ ലിങ്കിൻ ബയോയിൽ റിഫ്ലക്റ്റ് ആവും. മീനിങ് നമ്മുടെ ലിങ്കിൻ ബയോയുടെ സ്ട്രക്ചർ ഇതാണ്, അത് എഡിറ്ററാണ്. ഇവിടെ പ്രൊഫൈലിങ്സ് വരും, നിങ്ങൾക്ക് നമ്മുടെ ലിങ്കും കാര്യങ്ങളും ഇവിടെ ആൾക്കാർക്ക് വ്യൂ ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ അഡ്മിൻ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആൾക്കാർക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ലിങ്കിൻ ബയോയിൽ എന്തെങ്കിലും ലിങ്ക് ആക്സസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ കമ്മ്യൂണിറ്റീസ് വ്യൂ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോർ കാണാൻ പറ്റും. എന്നിട്ട് ഈ സ്റ്റോറിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്ത് ആ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കൊണ്ട് ഇവിടെ നിന്ന് തന്നെ ജോയിൻ ചെയ്യാം. ആൻഡ് ഇഫ് സ്റ്റോർ ആണെങ്കിൽ ഈ ഒരു സ്റ്റോറിൻ്റെ പ്രൊഡക്റ്റും ഇവിടെ നിന്ന് തന്നെ അവർ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. സോ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ സ്റ്റോറിലതുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുമെന്ന് പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലിങ്ക്സ് ഷെയർ ചെയ്യുന്ന കാര്യമോ ലിങ്ക്സ് ക്ലിക്ക് ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ ആൾക്കാർ വരും. ആ ഓഡിയൻസിനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ കമ്മ്യൂണിറ്റിയിലേക്കും നിങ്ങളുടെ സ്റ്റോർ ഐറ്റത്തിലേക്കും ഈസി ആയിട്ട് ഫണൽ ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഇട്ടു, അത് അവിടെ നിന്ന് ലിങ്കിൻ ബയോയിൽ കൊണ്ടുവരണം, അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇവിടെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇടുന്ന സാധനം അല്ലെങ്കിൽ ഇവിടുന്ന് കമ്മ്യൂണിറ്റിയുടെ അകത്തേക്കും പിൻ ചെയ്യാം, മീൻസ് പ്രൊഡക്റ്റ് റീഷെയർ ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളുടെ ലിങ്കിൻ ബയോയിലേക്കും റീഷെയർ ചെയ്യാൻ പറ്റും. ആ ഫീച്ചർ ഉടനെ വരും. സോ കമ്മ്യൂണിറ്റി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി മേക്ക് സെൻസ് ആവും. നമ്മുടെ സ്റ്റോറി കണ്ടു, സ്റ്റോറിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് കണ്ടു. ആൻഡ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റി ആക്സസും കാര്യങ്ങളും വരുന്നത് മൊബൈലിലായിരിക്കും. കാരണം കമ്മ്യൂണിറ്റി ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇച്ചിരി നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ കമ്മ്യൂണിറ്റി മൊബൈൽ ആപ്പിലാണ് വരുന്നത്. ആൻഡ് അനാലിറ്റിക്സ് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ അനാലിറ്റിക്സ് ഉള്ള ഒരു പ്രൊഫൈൽ കാണിക്കുക. ഇത് വേറൊരു പ്രൊഫൈലാണ്. ഇവിടെ എൻ്റെ ലിങ്കിൻ ബയോയിൽ വന്ന വ്യൂസ് കാണാം, അവിടെ എത്ര ക്ലിക്സ് വന്നെന്ന് അറിയാം, വ്യൂസ് വന്ന ഏത് സോഴ്സിൽ നിന്ന് കാണാം. അങ്ങനെ എനിക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് അനാലിറ്റിക്സും നമ്മുടെ അനാലിറ്റിക്സ് ഡാഷ്ബോർഡിൽ കാണാം. ഓരോ ലിങ്ക്സ് സെപ്പറേറ്റ് കാണാം, സ്റ്റോറിന് അനാലിറ്റിക്സ് കാണാം, സ്റ്റോറിൽ എത്ര ക്ലിക്സ് വന്നു, സ്റ്റോർ എത്ര പേര് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയുടെ ഓഡിയൻസിനെ മനസ്സിലാക്കാം, അപ്പോൾ എന്ത് പ്രൊഡക്റ്റിലേക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കൂടുതലിടാൻ പറ്റും. അങ്ങനെ ഇച്ചിരിയുടെ ഓഡിയൻസിനെ അറിഞ്ഞ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയുള്ള അനാലിറ്റിക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് അവർ ഫേവറേറ്റ് പാർട്ട്, മേക്കിംഗ് മണി. സോ ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെയിൽസിൻ്റെ കാര്യങ്ങളും, എത്ര സെയിൽസ് വന്നിട്ടുണ്ട്, എത്ര സെയിൽസ് ഫെയിൽ ആയിട്ടുണ്ട്, നമ്മുടെ ടോപ്പ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അറിയാം. പേ ഔട്ടിൻ്റെ ഡീറ്റെയിൽസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാം. സോ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാത്ത ഒരു അക്കൗണ്ടാണിത്. സോ ഇവിടെ ഞാൻ ലിങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ജസ്റ്റ് എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് എനിക്ക് പേ ഔട്ടും സ്റ്റാർട്ട് ചെയ്യാം. പേ ഔട്ടിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ തുടങ്ങാം. പക്ഷേ പേ ഔട്ട് കിട്ടണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ആൻഡ് മൊത്തം പ്ലാറ്റ്ഫോമിൻ്റെ പ്രൈവസി കാര്യത്തിലാണെങ്കിൽ നമ്മൾ നല്ല കെയർ കൊടുത്താണ് സെക്യൂരിറ്റി ആൻഡ് എൻക്രിപ്ഷൻ നോക്കിയിരിക്കുന്നത്. ഇവിടുത്തെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡേറ്റയോ ഡീറ്റെയിൽസോ ഒന്നും ഞങ്ങൾക്ക് പോലും കാണത്തില്ല. അത് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ CTO വരുന്നത് ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറാണ്. അപ്പം ഓരോ സ്റ്റെപ്പിലും വേണ്ട സെക്യൂരിറ്റി കംപ്ലയൻസസും കാര്യങ്ങളും നമ്മളത് പ്രോപ്പർലി മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലും നമ്മൾ അബ്സല്യൂട്ട്ലി സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ ഇവിടെ പ്രോ പ്ലാൻ എടുക്കാം. ആൻഡ് ദിസ് ഈസ് ഓൾ. ഇതാണ് നമ്മുടെ വെബിൻ്റെ ഡാഷ്ബോർഡിൽ വരുന്ന ഫീച്ചേഴ്സ്. നമുക്കിനി നമ്മുടെ പ്രൈം കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഫോണിൽ കാണാം. സോ നമുക്കിനി നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു. നെക്സ്റ്റ് ഞാൻ ഗൂഗിൾ ഒത്ത് ലോഗിൻ ചെയ്യുവാണ്. ആൻഡ് നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. ആൻഡ് ടോപ്പിൽ കാണുന്നതാണ് നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റീസ്. ആൻഡ് ഞാൻ ജോയിൻ ചെയ്ത കമ്മ്യൂണിറ്റീസിൽ ഇടുന്ന പോസ്റ്റുകൾ എനിക്ക് ഹോം ഫീഡിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അഡ്മിൻ ഇടുന്ന പോസ്റ്റുകൾ മാത്രമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് 3 ടാബ്ഡായിട്ടായിരിക്കും ലൈവായിട്ട് വരുന്നത്. ആൻഡ് ഈ ടാബിലായിരിക്കും പോസ്റ്റുകൾ വരുന്നത്. പോസ്റ്റുകൾ മീനിങ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ. നമുക്ക് 3 ടൈപ്പ് പോസ്റ്റുള്ള നോട്ടായിട്ട് പോസ്റ്റ് ചെയ്യാം. നോട്ടിന് തന്നെ ഇച്ചിരിയുടെ രസമുള്ള ഒരു വെർഷൻ. ആൻഡ് ആർട്ടിക്കിൾ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. മീനിങ് നിങ്ങൾക്ക് ന്യൂസ് ലെറ്റർ പോലത്തെ കാര്യങ്ങളും ഈ ഒരു കമ്മ്യൂണിറ്റി തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ആൻഡ് പോസ്റ്റുകളുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിടുന്ന ഡിജിറ്റൽ ആസറ്റ്സ് ഉണ്ടെങ്കിൽ ആസറ്റ്സ് അവർക്കെല്ലാതെല്ലാം 1 ക്ലിക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഒരു ഇവൻ്റ് ആണെങ്കിൽ ഈ ഇവൻ്റ് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആ ഇവൻ്റ് ആൾക്കാർക്ക് 1 ക്ലിക്ക് രജിസ്റ്റർ ചെയ്യാം. സോ അവർ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഒരു മീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ പറയും ഓക്കെ ജോയിൻ ചെയ്യാൻ പോവാണ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്പേഴ്സിന് മെയിൽ അയക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ഡിഫോൾട്ടായിട്ട് പോവുകയും ചെയ്യും.
ആൻഡ് ഫോറംസ് ടാബിൽ ഈ ഒരു ഡിസ്കഷൻസിൻ്റെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയുള്ള രീതിയിലാണ്. ആൻഡ് ഈ ഫോറംസ് നമ്മൾ കൊടുത്തിരിക്കുന്നതിന് പല റീസൺസ് ഉണ്ട്. ആൻഡ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വെബ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത് ഗൂഗിളിൽ റാങ്കിങ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ റെഡിറ്റൊക്കെ പോലെ ആൾക്കാർക്ക് ആ ഡിസ്കഷൻസ് അവിടുന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു പുതിയ മെമ്പറോട് ജോയിൻ ചെയ്ത് അവർക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ തന്നെ ഓൾറെഡി ആ ഡിസ്കഷൻ അവിടെ ഉണ്ടെങ്കിൽ അത് സജഷൻസ് ആയിട്ട് കാണിക്കും. അപ്പോൾ അവർക്ക് ആ ഫോറം കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പോൾ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഒരു പുതിയ മെമ്പർ വരുന്നു, അവർക്ക് പുതിയ ബിഗിനേഴ്സിനെല്ലാം പ്രോബബ്ലി സെയിം ക്വസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കാരണം ഹിസ്റ്ററി ഇല്ല. ഇവിടെ എന്ന് പറയുമ്പം അവർക്ക് ആ പഴയ ഡിസ്കഷൻസ് കാണാം, അത് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇച്ചിരി കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അവർക്ക് മാക്സിമം യൂസും കിട്ടും ഒരു കമ്മ്യൂണിറ്റിയിൽ. ആൻഡ് ഇത് നമ്മുടെ ജനറൽ ചാറ്റാണ് വരുന്നത്. ചാറ്റിൽ നമുക്ക് പല ഫീച്ചേഴ്സ് ഉണ്ട്. ചാറ്റിൽ തന്നെ നമുക്ക് ത്രെഡ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ഡിസ്കഷൻ ആണെങ്കിൽ അതിൻ്റെ ടോപ്പിക് ആണെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യാം. മൾട്ടിപ്പിൾ ഡിസ്കഷൻ മൾട്ടിപ്പിൾ ത്രെഡായിട്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യാം. ലൈക്ക് അതവിടെ കോംപ്ലക്സിറ്റി ഒന്നും, ജസ്റ്റ് സാധാ പോലെ ഒരു മെസ്സേജ് ചെയ്തിട്ട് അതിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ത്രെഡ്, അഡ്മിനുള്ള ത്രെഡ് എന്ന് പറയുമ്പോൾ അഡ്മിൻസിന് മാത്രം കാണാൻ പറ്റുന്ന ത്രെഡ്സും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രക്ചർ വരുന്നത്. സോ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി വെച്ച് തന്നെ ഫ്രീ ആയിട്ടുള്ള മെമ്പേഴ്സിനെയും പെയ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. സോ നിങ്ങളൊരു പോസ്റ്റ് ഇടുമ്പം അത് പബ്ലിക്കോ പ്രൈവറ്റ് ആക്കി വെക്കാം. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് ഉള്ള പോസ്റ്റ് ആയിരിക്കും. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ കമ്മ്യൂണിറ്റി ആണെങ്കിൽ പൈസ കൊടുക്കാത്ത ഫ്രീ മെമ്പേഴ്സിന് ആ ഒരു പോസ്റ്റ് ഹിഡൻ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇപ്പോൾ അസറ്റ് ആണെങ്കിൽ ഹിഡൻ ആയിട്ട് വെക്കാം. ഇവൻ്റ് ആണെങ്കിൽ ആ ഇവൻറ്റിന് മെമ്പേഴ്സിൻ്റെ ഒരു പ്രൈസും മെമ്പേഴ്സ് അല്ലാത്തവർക്ക് വേറെ പ്രൈസും വെക്കാം. അപ്പോൾ ആ കമ്മ്യൂണിറ്റി നിൽക്കുന്ന ആൾക്കാരുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ആൻഡ് കമ്മ്യൂണിറ്റി ഇല്ലാത്തവർക്ക് ഫോം വന്നുകൊണ്ടിരിക്കും, കാരണം അവർക്ക് പല പോസ്റ്റും കാണത്തില്ല, അങ്ങനെ വരും. പക്ഷേ ബാക്കിയുള്ള വാല്യൂസൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വെക്കാം. കാരണം പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ആ ഒരു ട്രസ്റ്റ് വന്നു കഴിയുമ്പോഴല്ലേ ആൾക്കാർ പേ ചെയ്തെത്തും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇവിടെ മാനേജ് ചെയ്യാനും പറ്റും. സോ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാനും ആ ഒരു എഫേർട്ട് മാക്സിമം കുറയ്ക്കാനും ഉള്ള രീതിക്കാണ് നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡിസ്കവറബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ സെയിം ബയോ ലിങ്കിലെ പ്രൊഫൈലിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഇട്ടിട്ടുള്ള പ്രൊഫൈൽ ലിങ്ക്സ് ആയിരിക്കും നമ്മുടെ ആപ്പിൻ്റെ അകത്തുള്ള ലിങ്ക്സിലും വരുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു മേജർ ഡൗട്ടായിരിക്കും ചാറ്റിൽ മോഡറേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കില്ല. അത് കമ്മ്യൂണിറ്റി മോഡറേഷനാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മെമ്പേഴ്സിന് ഒരു മെസ്സേജ് ഫ്ലാഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഫ്ലാഗ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഹൈഡ് ആവും. കുറച്ചുകൂടെ ഫ്ലാഗ് കൂടുവാണെങ്കിൽ അത് മെസ്സേജ് ഡിലീറ്റ് ആവും. പിന്നെ അഡ്മിൻ അലോ ചെയ്താലേ അത് കാണത്തുള്ളൂ എന്നുള്ള രീതിക്കാവും. ആ യൂസർ ഇത്ര മണിക്കൂറത്തേക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അപ്പോൾ ഒരു മോഡറേറ്റർ ഇരുന്ന് എപ്പോഴും മാനേജ് ചെയ്യേണ്ട കാര്യം വരത്തില്ല. ആവശ്യമില്ലാത്ത പോസ്റ്റൊക്കെ ഓട്ടോമാറ്റിക്കലി മോഡറേറ്റ് ആയിക്കോളും. ആൻഡ് പിന്നെ നമുക്ക് വരുന്ന കുറച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂട്ടാനുള്ള ഫീച്ചേഴ്സാണ്. മീനിങ് ഇപ്പോൾ ഇതൊരു പോസ്റ്റാണ്, ഞാൻ ഈ ഒരു പോസ്റ്റിന് എനിക്ക് സ്റ്റോറി ഇടണം. കാരണം നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റി നടക്കുന്ന ഹാപ്പനിങ്സ് ഒക്കെ അറിയിക്കണമല്ലോ ഫോമോ ഇൻക്രീസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള പോസ്റ്റോ ഇവൻസോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊരു ഇമേജാണ്, ഇത് സ്റ്റോറി ആയിട്ട് ഇടാം. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ലിങ്ക് വെച്ചിട്ട് ഒരു സ്റ്റോറി ഇടാം. അപ്പോൾ ഇവൻറ്റ് പോസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു ഇവൻ്റ് ആണെങ്കിൽ ആ ഇവൻറ്റിൻ്റെ ഒരു പോസ്റ്റർ ഓട്ടോമാറ്റിക് ജനറേറ്റ് ആവും. അത് നിങ്ങൾക്ക് നേരെ ഷെയർ ചെയ്ത് ഇൻസ്റ്റയിലേക്ക് സ്റ്റോറി ഇടാം. മീനിങ് നിങ്ങൾക്ക് ഓരോ വീക്കിലും നിങ്ങൾക്കൊരു 50 രൂപയുടെ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാം. ഒരു AMA സെഷനോ അങ്ങനെ എന്തെങ്കിലും ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാൻ നേരെ പോസ്റ്റർ ഇടാം. അപ്പം നിങ്ങൾക്കത് മെമ്പേഴ്സിന് ഫ്രീ ആയിട്ട് വെക്കാം, പുറത്തുനിന്നുള്ളവർക്ക് പെയ്ഡ് ആയിട്ട് വെക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് മാക്സിമം ആൾക്കാരെ കൊണ്ടുവരാം. അത് ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യും. പിന്നെ വൺസ് പയ്യെ അവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ട് മാറിക്കോളും. സോ അങ്ങനെ ആ ഫോം ഇൻക്രീസ് ചെയ്യാനുള്ള പരിപാടികൾ, നിങ്ങൾക്ക് പോസ്റ്റർ പോലത്തെ ഇഷ്ടംപോലെ ഇവൻറ്റ്സ് ജനറേറ്റ് ചെയ്യാനും അത് അവരെ ഓട്ടോമാറ്റിക്കലി കോൺടാക്ട് ചെയ്യാനും ഉള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. സോ ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി വരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ ഫോർ യുവിൻ്റെ അകത്ത് നമുക്ക് ഗ്ലോബലായിട്ടുള്ള പോസ്റ്റുകൾ കാണാൻ പറ്റും. സോ നിങ്ങൾ ഇടുന്ന പോസ്റ്റ് പബ്ലിക് ആണെങ്കിൽ അത് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു എക്സ്റ്റേണൽ എക്സ്പോഷറും കിട്ടും. നമുക്ക് ഡിസ്കവർ ഫീച്ചറും ഉണ്ട്. ആൻഡ് ഡിസ്കവറിലും നിങ്ങളുടെ കമ്മ്യൂണിറ്റീസ് വരും. അക്കോർഡിംഗ് ടു ദ പേഴ്സണൽ ഇൻട്രസ്റ്റ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി അവിടെ റാങ്ക് ആവും. പിന്നെ സാധാ ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മുടെ പ്രൊഫൈലുണ്ട്. നമ്മുടെ സെയിം ബയോലിങ്കിൻ്റെ പ്രൊഫൈൽ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം, കസ്റ്റം ലിങ്ക്സ് ആഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ സെയിം ബയോലിങ്കിൻ്റെ യൂസർ നെയിം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫീച്ചേഴ്സ് ഇവിടെ നിർത്തുന്നില്ല. മീനിങ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിസ്കവറബിലിറ്റി കൂട്ടും, സെർച്ചബിലിറ്റി കൂട്ടും എന്നുള്ളതാണ്. അതങ്ങനെ കൂട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് കാണും. സോ നമ്മുടെ ഈ ഒരു ബയോലിങ്ക് എന്നുള്ള സാധനം നിങ്ങൾ ഡേറ്റ കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് നമുക്കിനി 101 മീറ്റിങ്സും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യാൻ ടൂൾസൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് റേറ്റിങ്സ് കിട്ടും നിങ്ങൾക്ക്. ആൾക്കാർ നിങ്ങളെ അറ്റൻഡ് ചെയ്തിട്ട് അത് റേറ്റിംഗ് ചെയ്യും. ഇതിൽ നിന്ന് നമ്മളൊരു അൽഗോരിതം ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് നിങ്ങളെ സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ChatGPT റാങ്ക് ആവാൻ തുടങ്ങും. നമ്മുടെ ചാറ്റ് ബോട്ട് വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. മീനിങ് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ലിങ്ക്ഡിൻ എക്സ്പേർട്ട് ഇത്ര പൈസയ്ക്ക് ഉള്ള ഒരാളെ തരണം, എനിക്കൊരു മീറ്റിംഗ് വെക്കണം എന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ചാറ്റ് ബോട്ട്
സജഷൻസ് കൊടുക്കും. നമ്മുടെ ഡിസ്കവറിൻ്റെ ഒരു വെബ് വെർഷൻ, ഫുൾ ഫ്ലെഡ്ജ് വെബ് വെർഷൻ വരാൻ പോകുന്നുണ്ട്. അതിൽ ഈ ചാറ്റ് ബോട്ട് കാണും. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ഇവൻറ്റ്സോ ആൾക്കാരെയോ കമ്മ്യൂണിറ്റി എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ലിങ്ക്ഡ് എക്സ്പെർട്സിൻ്റെ കമ്മ്യൂണിറ്റി വേണം, എന്നാ പിടിച്ചോ, നമ്മുടെ വൈബിൻ്റെ അകത്തുള്ള കമ്മ്യൂണിറ്റീസ് വരും. അപ്പോൾ മെയിൻ പ്രശ്നം ഇങ്ങനെ കമ്മ്യൂണിറ്റീസ് കിട്ടിയോണ്ട് കാര്യമില്ലല്ലോ. മീനിങ് നമ്മളിപ്പോൾ ലിങ്കിന് സെർച്ച് ചെയ്താൽ എനിക്കിത് കിട്ടും. പക്ഷെ നമ്മുടെ വ്യത്യാസം എന്താ? സോ നിങ്ങളുടെ ബയോ ലിങ്കിൽ ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ്ലി വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ബയോ ലിങ്കിൽ എന്തൊക്കെ കാണാം? നിങ്ങളുടെ സ്റ്റോർ ഐറ്റംസ് കാണാം. സ്റ്റോർ ഐറ്റംസ് ക്ലിക്ക് ചെയ്തു അതിൻ്റെ റേറ്റിംഗ്സ് കാണാം. നിങ്ങളുടെ 1-on-1 മീറ്റിംഗിൻ്റെ റേറ്റിംഗ്സ് കാണാം. ആൻഡ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ടുള്ള പോസ്റ്റുകൾ അപ്പം തന്നെ കാണാം. സോ അത് വെച്ചിട്ട് എനിക്ക് വെരിഫൈ ചെയ്യാം. ആൻഡ് നിങ്ങളുടെ എന്തെങ്കിലും അപ്കമിങ് മീറ്റിംഗ്സ് ഉണ്ടോ എന്ന് കാണാം. അപ്പോൾ ചിലപ്പോൾ മീറ്റിംഗ് 50 രൂപ ഉള്ളതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മീറ്റിംഗ് എനിക്ക് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫ്രീ ആയിരിക്കും. എനിക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളെ വാലിഡേറ്റ് ചെയ്തിട്ട് നിങ്ങളെ പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ സെർച്ച് പോലെ ഇവിടെ വർക്കാവും. സോ എനിക്ക് ഇന്ന കാര്യത്തിൽ എക്സ്പേർട്ടിനെ വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രാൻഡാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരു ആർഡറാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ആർഡർ റിക്വയർമെൻ്റ് ഉണ്ട്, ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഏതെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരെയും കിട്ടും. സോ നിങ്ങൾക്ക് ആൻഡ് ഈ ഒരു ഡേറ്റയെ നമ്മളൊരു LLM സെർച്ചബിളായിട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മീനിങ് ChatGPT പോലത്തെ കാര്യങ്ങളിലും ഈ സെയിം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും, നിങ്ങളുടെ കമ്മ്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള രീതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വൈബ് ഫോർ ക്രിയേറ്റേഴ്സ് എന്ന് ChatGPT സെർച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നുണ്ട്. കാരണം നമ്മുടെ പ്ലാറ്റ്ഫോമും കമ്മ്യൂണിറ്റി എല്ലാം LLM ഒപ്റ്റിമൈസും ചെയ്തിട്ടുണ്ട്. സോ അത് ആസ് എ ക്രിയേറ്റേഴ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ആസ് എ ക്രിയേറ്റേഴ്സിന് നല്ല രീതിക്ക് ഗ്രോ ചെയ്യാനും മോണിറ്റൈസ് ചെയ്യാനും ആൻഡ് നിങ്ങളുടെ ഡിസ്കവറബിലിറ്റി കൂട്ടാനും. സോ നിങ്ങളുടെ വാല്യൂസ് വേണ്ട ഒരുപാട് പേര് റീജിയണിൽ കാണും. അപ്പോൾ അത് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെർച്ചബിൾ ആക്കുക. നമ്മളങ്ങനെ നിങ്ങളുടെ റീച്ച് കൂടും. പല രീതിക്ക് നിങ്ങൾ ഡിസ്കവർ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഹയർ ബ്രാൻഡ് ഡീൽസ് വരും. നമ്മുടെ ക്രിയേറ്റർ എക്കോസിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ക്രിയേറ്റേഴ്സ് ഒരു കൊളാബ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഒരു ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ പെയ്ഡ് ഇവൻറ്റ്സോ അല്ലെങ്കിൽ 50 റുപ്പീസ് വെച്ചാൽ മതി. ജസ്റ്റ് ലിങ്ക് ഷെയർ ചെയ്യുന്നു, ആൾക്കാർ പേ ചെയ്യുന്നു, ഇൻട്രസ്റ്റഡ് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ആ ഒരു മോണിറ്റൈസേഷൻ ഫണൽ നമ്മൾ ഭയങ്കര സ്മൂത്താക്കും വിത്ത് ലെസ് എഫേർട്സ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് വൺസ് നിങ്ങളുടെ വാട്സപ്പിലൊക്കെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തികയാത്ത ആൾക്കാർ വേണമല്ലോ, 1000 മെമ്പേഴ്സല്ലേ പറ്റത്തുള്ളൂ. ആ ആൾക്കാരെ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. സോ നിങ്ങളുടെ വാല്യൂസ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരും. ആൻഡ് വൺസ് ഈ ഒരു കമ്മ്യൂണിറ്റി പയ്യെ എൻഗേജ്ഡ് ആകുമ്പം ഈ കമ്മ്യൂണിറ്റി പെയ്ഡ് ആക്കിയാൽ മതി. ആൻഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങളിടുന്ന പോസ്റ്റുകൾ ഇപ്പോൾ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇവൻറ്റ് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ വാട്സപ്പിൽ നിന്ന് ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഒരു ഇവൻറ്റിന് രജിസ്റ്റർ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളും പറ്റും. സോ അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. സോ ഇൻസ്റ്റ പോലെ കമൻറ്റ് ചെയ്ത് റിപ്ലൈ കൊടുക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല. നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ ലിങ്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് വേറെ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഷെയർ ചെയ്ത് വാട്സപ്പിലാണെങ്കിൽ അങ്ങനെ മോണിറ്റൈസ് ചെയ്യും. സോ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക, നിങ്ങളുടെ ഡിസ്കവറബിലിറ്റി കൂട്ടുക, അത് മാക്സിമം എഫേർട്ട് കുറച്ചോളും. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഐഡിയോളജി. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അഭിപ്രായം പറയുക. ആൻഡ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ഫീഡ്ബാക്സ് ആണ്. നിങ്ങൾക്ക് വേണ്ടാത്ത ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് പറയുക, നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് പറയുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യുക. സോ ഐ ഗെസ് നിങ്ങൾക്ക് ഒരു ആപ്പ് കൊണ്ട് ഉപകാരം ഉണ്ടാവുമെന്ന്. സോ താങ്ക് യു.